ഈ പറഞ്ഞ ദിലീപ് എത്രയോ ആളുകൾക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട്. മമ്മൂട്ടിയാണെങ്കിൽ എത്രയോ പേർക്ക് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി കൊടുത്തിട്ടുണ്ട്. മോഹൻലാലും എത്രയോ ചാരിറ്റി ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മെയിൻ സ്ട്രീമിൽ വന്നിട്ട് നന്മമരങ്ങൾ ചമയുന്ന ഈ ചില ഹീറോമാരുണ്ട്, പുതിയ ന്യൂജൻസ് ഹീറോമാരുണ്ടല്ലോ. ഇവരിൽ ആരാണെന്നേ ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ആ ജുഡീഷ്യറിയെ പണം കൊടുത്ത് ഒരു ജഡ്ജ്മെന്റ് വാങ്ങി എന്നൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി വന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങണം എന്നൊക്കെ ഒരു ആഹ്വാനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇതെന്താ രാഷ്ട്രീയമോ? ഒരു പ്രോസിക്യൂട്ടറെ സംബന്ധിച്ചിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കേസുകളിലെ വാദമുഖങ്ങൾ കൃത്യമായിട്ട് ജുഡീഷ്യറിയെ ധരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമേ ഉള്ളൂ. ഒരു തെളിവുകളും കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ ധരിപ്പിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പണം കൊടുത്ത നീതി എനിക്ക് വേണ്ട എന്ന് ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വക്കീൽ കുപ്പായം ഇട്ടുകൊണ്ട് ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഒരു ജുഡീഷ്യറിയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പ്രസ്താവന പുറത്തു വന്ന് പറഞ്ഞത് അത് വളരെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു അഡ്വക്കേറ്റിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പോലും സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വനിതാ ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെടുക, വനിതാ പ്രോസിക്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെടുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമസ്കാരം. അതിജീവിതയുടെ വക്കീൽ നടത്തിയത് കോടതി അലക്ഷ്യമോ? അതിജീവിതയുടെ വക്കീൽ, അതായത് അതിജീവിത പേഴ്സണലി ഒക്കെ വക്കീലിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ സ്റ്റേറ്റിന്റെ ഒരു പ്രോസിക്യൂട്ടർ കോടതിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോസിക്യൂട്ടർ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട് എന്നുള്ള വിധി പ്രഖ്യാപനം വന്നതിന് ശേഷം പുറത്ത് വന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവം എന്ന് പറയുന്നത്, അതായത് പണം കൊടുത്തിട്ടുള്ള നീതി എനിക്ക് വേണ്ട, അതായത് ലോബിയിങ്ങും പണവും കൊണ്ട് നീതിന്യായ വ്യവസ്ഥിതിയെ ചിലർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തോട് തന്നെയുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പ്രോസിക്യൂട്ടറെ സംബന്ധിച്ചിട്ട് അവർ കരുതിയിരുന്നത് ഈ ഒരു വിധി ദിലീപിന് ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊഫഷണൽ ക്രെഡിബിലിറ്റി വളരെ ഉന്നതിയിലേക്ക് പോകുമെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, കോടതിയെ സംബന്ധിച്ചിട്ടും നിയമത്തെ സംബന്ധിച്ചിട്ടും അവിടെ വേണ്ടത് തെളിവുകൾ മാത്രമാണ്. കൃത്യമായ വാദമുഖങ്ങളാണ് അവിടെ വേണ്ടത്. അത് നടത്താൻ സാധിക്കാത്ത ഒരാൾ പുറത്തു വന്നിട്ട് എനിക്ക് പണം കൊടുത്തു വാങ്ങുന്ന നീതി വേണ്ട എന്ന് പറയുമ്പോൾ അത് ജുഡീഷ്യൽ സംവിധാനത്തോട് നടത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ? ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങണം എന്നൊക്കെ ഒരു ആഹ്വാനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇതെന്താ രാഷ്ട്രീയമോ? രാഷ്ട്രീയ പാർട്ടികൾ പോലും പരസ്പരം നടത്താത്ത രീതിയിലുള്ളൊരു ആരോപണമല്ലേ ഈ ഒരു പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്. കാരണം ഇവർക്കെതിരെയൊക്കെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നേ. ഇതിനകത്തൊക്കെ ഹൈക്കോടതി ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ആർക്കും എന്ത് തോന്നിവാസവും ജുഡീഷ്യറിക്കെതിരെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന, നീതിക്ക് വേണ്ടിയിട്ട് ന്യായത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ജുഡീഷ്യറിയെ മാത്രമാണ്. ആ ജുഡീഷ്യറിയെ പണം കൊടുത്ത് ഒരു ജഡ്ജ്മെന്റ് വാങ്ങി എന്നൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി വന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പക്ഷേ അവർക്ക് കുറെ കയ്യടി കിട്ടിയേക്കാം, അവർ ധീര വനിതയായിട്ടൊക്കെ മാറിയേക്കാം. അങ്ങനെ ധീര വനിതയൊന്നുമല്ല. കാരണം അനുസരണം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥിതികൾ പാലിക്കപ്പെടേണ്ടതും, അതായത് ഇപ്പം നമുക്ക് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ ഭരണഘടന നമ്മളോട് പറയുന്ന ചില കടമകളുമുണ്ട്. ആ കടമകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ഈ കടമകൾ നിർവഹിക്കാതെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പോരാട്ടത്തിലേക്കൊന്നും മാറിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് താൻ വാദിക്കുന്ന എല്ലാ കേസുകളും വിജയിക്കണമെന്നുണ്ടോ? ഒരു പ്രോസിക്യൂട്ടറെ സംബന്ധിച്ചിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കേസുകളിലെ വാദമുഖങ്ങൾ കൃത്യമായിട്ട് ജുഡീഷ്യറിയെ ധരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമേ ഉള്ളൂ. ഇതിനെ പേഴ്സണലായിട്ട് എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. ഇതിനെ പേഴ്സണലായിട്ട് എടുത്ത് പ്രോസിക്യൂട്ടർ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്ററായിട്ട് മാറേണ്ട ആവശ്യമുണ്ടോ? പ്രോസിക്യൂട്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോസിക്യൂട്ടർ നടത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള തെളിവുകളും പോലീസിന്റെ ഭാഗങ്ങളും കൃത്യമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ജഡ്ജിനെ ധരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണുള്ളത്. ആ ഉത്തരവാദിത്വത്തിന് അപ്പുറത്തേക്ക് ഈ കേസിനെ പേഴ്സണലായിട്ട് എടുത്ത് ഒരു പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്, എന്ത് തെളിവുകളാണ് ഈ ആരോപണത്തിന് സപ്പോർട്ടിംഗ് ആയിട്ട് അവർക്ക് പൊതുസമൂഹത്തിന് മുമ്പിലെങ്കിലും വെക്കാനുള്ളത്? കാരണം ഇത് മേൽക്കോടതി ഉണ്ടല്ലോ. കാരണം ദിലീപിനും അറിയാം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രോസിക്യൂട്ടർക്കും അറിയാം, ഈ പറഞ്ഞ അതിജീവിതയുടെ വക്കീലിനും അറിയാം, ഇത് വിചാരണ കോടതിയുടെ ഒരു വിധി മാത്രമാണ്. ഇതിന് മുകളിലേക്ക് ഹൈക്കോടതിയുണ്ട്, ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം കോടതിയുണ്ട്, സുപ്രീം കോടതിയുടെ തന്നെ വിവിധ ഡിവിഷൻ ബെഞ്ചുകളുണ്ട്. ഇതൊക്കെ കിടക്കുന്ന സമയത്ത് ഇതിനെ ഒന്നും ഗൗനിക്കാതെ ഒരു ജുഡീഷ്യറിയെ
മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്ന് പറഞ്ഞത് അത് വളരെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു അഡ്വക്കേറ്റിന്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ പോലും സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അവരെടുത്തിരിക്കുന്ന സ്ഥലത്ത് അതവർ തെറ്റിച്ചിരിക്കുകയല്ലേ. ജുഡീഷ്യറിക്ക് അകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാൾ ജുഡീഷ്യറിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ പുറത്തു വന്ന് പ്രസ്താവനകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടാനായിട്ട് ഉള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, ഭരണഘടനാ സംവിധാനങ്ങൾ തന്നെ ഉണ്ടല്ലോ. ആ വഴിക്കല്ലേ പോകേണ്ടത്. ഇത് പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ ഈ ജുഡീഷ്യറി അപമാനിക്കുന്ന രീതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നും അംഗീകരിക്കാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല. അതിജീവിതയെ സംബന്ധിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് അപ്പീലിൽ പോകുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു വന്നിരിക്കുക. അതായത് സംസ്ഥാന സർക്കാർ, ഈ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോകാനായിട്ട് അപ്പീലിന് പോകാനായിട്ട് തയ്യാറാകാത്ത പക്ഷം അതിജീവിതയ്ക്ക് നേരിട്ട് പോകാമല്ലോ. ഈ അപ്പീലിനുമായിട്ട് അതിജീവിതയ്ക്ക് പോകാമല്ലോ. അതിജീവിത അത് പോകുമല്ലോ. അതിജീവിത പോകേണ്ട സമയത്ത് അതിജീവിത മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ലിംഗവ്യത്യാസം നോക്കരുത്. കാരണം ഒരു വനിതാ ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെടുക, വനിതാ പ്രോസിക്യൂട്ടർ വേണമെന്ന് ആവശ്യപ്പെടുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. കാരണം പ്രൊഫഷണലായിട്ട് കേസുകൾ പഠിച്ച് വാദിക്കുന്ന നല്ല മിട്ടുമിട്ടുക്കരായിട്ടുള്ള വക്കീലന്മാർ കേരളത്തിലുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെയാണ് തൻ്റെ വക്കീലായിട്ട് വെക്കേണ്ടത്. അതല്ലാതെ മറിച്ച് ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഡയലോഗ് വിടുന്ന ആളുകളൊക്കെ കോടതി മുറിയിൽ അട്ടർ ഫെയിലിയർ ആയിരിക്കും. അത് മനസ്സിലാക്കണം. അത് കേസുകൾ നിയമങ്ങളുമായി ചേർത്ത് വെച്ച് കൃത്യമായി പഠിച്ച് കോടതിയിൽ വാദിച്ചാൽ മാത്രമേ കേസ് വിജയിക്കത്തുള്ളൂ. മറിച്ച് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായവാദങ്ങൾ മുഴക്കാൻ ആർക്കും സാധിക്കും, വീമ്പുകൾ പറയാൻ ആർക്കും സാധിക്കും, വെല്ലുവിളികൾ നടത്താൻ ആർക്കും സാധിക്കും, തെറി പറയാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കും. പക്ഷെ അങ്ങനെയല്ല കോടതി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കഷ്ടപ്പെട്ട് രാവന്തിയോളം കുത്തിയിരുന്ന് അതിനകത്തെ ഓരോ ലൂപ്പ് ഹോൾസും കണ്ടുപിടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കി, പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സമാനമായ കേസുകളിൽ വന്നിട്ടുള്ള വിധി പ്രസ്താവങ്ങളൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചിട്ട് വേണം ഒരു വാദം കോടതിയിൽ പോയി പറയാനായിട്ട്. ഇതൊന്നും ചെയ്യാതെ ഒരു തെളിവുകളും കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ ധരിപ്പിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് പണം കൊടുത്ത നീതി എനിക്ക് വേണ്ട എന്ന് ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വക്കീൽ കുപ്പായം ഇട്ടുകൊണ്ട് ഒരാൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണേ? കാരണം ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പ്രാഥമികമായിട്ട് വിചാരണ കോടതിയിൽ നിന്നും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അത് അംഗീകരിക്കാൻ തയ്യാറാവണ്ടേ? അത് അംഗീകരിക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്. മറിച്ച് വീണ്ടും വീണ്ടും ദിലീപിനെ ഇങ്ങനെ കുറ്റക്കാരൻ എന്ന് പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഈ സിനിമാ നടന്മാരും ഈ സിനിമാ നടികളും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ ഇത്രയും വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇവരാരെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ 50 രൂപയും 100 രൂപയൊക്കെ കൊടുത്ത് വീട്ടിൽ അരി മേടിക്കാൻ കാശില്ലാത്തവനും ഈ 50ഉം 100ഉം രൂപയൊക്കെ കൊടുത്ത് ഇവരുടെ സിനിമകൾ പോയി കാണുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ സിനിമകൾ വൻ വിജയമായി മാറുന്നത്. അങ്ങനെയാണ് പ്രൊഡ്യൂസർമാർ ഇവർക്ക് വൻ തുക പ്രതിഫലമായിട്ട് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക്കാണ്. ഈ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇവരെന്താണെന്ന് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാർമാരായിട്ടുള്ള മമ്മൂട്ടിയോ മോഹൻലാലിനെ ഒക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ദിലീപ് എത്രയോ ആളുകൾക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട്. മമ്മൂട്ടിയാണെങ്കിൽ എത്രയോ പേർക്ക് ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി കൊടുത്തിട്ടുണ്ട്. മോഹൻലാലും എത്രയോ ചാരിറ്റി ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മെയിൻ സ്ട്രീമിൽ വന്നിട്ട് നന്മമരങ്ങൾ ചമയുന്ന ഈ ചില ഹീറോമാരുണ്ട്, പുതിയ ന്യൂജൻസ് ഹീറോമാരുണ്ടല്ലോ. ഇവരിൽ ആരാണെന്നേ ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് തറക്കല്ലിടാൻ വേണ്ടിയിട്ടൊക്കെ ചില നടന്മാരൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് അവരോട് ചോദിക്കണം, അവർ സ്വന്തമായിട്ട് ഒരു ചോക്ലേറ്റ് എങ്കിലും മേടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു യൂണിഫോം വിതരണം ഇവരാരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള, അതായത് ഇവിടുത്തെ കൂലിപ്പണിക്കാർ തുടങ്ങി ചുമട്ട് തൊഴിലാളികൾ മുതൽ ഇവിടുത്തെ കർഷക തൊഴിലാളികൾ, ഈ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇവരൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആ പ്രളയം വന്ന സമയത്ത് ഉണ്ണിമുകുന്ദനൊക്കെ കുറച്ച് സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഹീറോയിന്മാരൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഹീറോസ് ഒക്കെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നേ. അതിനുശേഷവും പക്ഷം തിരിഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട സമയം ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നേ. സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിനാണ് അനാവശ്യമായിട്ട് ഒരു കോടതി വിധിയെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളത്? ഇവിടെ സർക്കാരില്ലേ? ഇവിടുത്തെ സർക്കാർ പരിശോധിച്ചതിന് ശേഷം അപ്പീൽ പോകണമെങ്കിൽ ഉറപ്പായിട്ട് അപ്പീൽ പോകും. കാരണം അതിന് അപ്പീൽ പോകുന്ന സമയത്ത് അത് കോടതിയിലും തള്ളിയാൽ എന്ത് ചെയ്യും? സർക്കാർ നേരിട്ട് അപ്പീലിന് പോകുന്നു. സർക്കാർ നേരിട്ട് അപ്പീലിന് പോയതിനു ശേഷം അത് കോടതിയിൽ നിന്ന് തള്ളിപ്പോവുകയാണെന്ന് ഇരിക്കുക. ആ തള്ളിപ്പോവുകയാണെങ്കിൽ അത് ആ ഒരു കുറ്റം സർക്കാരിൻ്റെ മേടി വരത്തില്ലേ? കാരണം കൃത്യമായ പരിശോധനകൾ, എന്തൊക്കെ തെളിവുകളാണ് ഈ പറഞ്ഞ, അതായത് കുറ്റക്കാരനാക്കിയേ പറ്റൂ എന്ന് പറയുന്ന ദിലീപിന് എതിരെ ഉള്ളത്, അത് ആദ്യം പരിശോധിക്കപ്പെടണ്ടേ? ആ തെളിവുകൾ ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞ് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കണ്ടേ?
കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ കോടതിയിൽ വാദങ്ങൾ നടന്നു. കാരണം ഇവരൊക്കെ ഈ സിനിമകളിൽ കാണുന്ന രീതിയിലാണ് കോടതി വ്യവഹാരം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം അതിനനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പോയിന്റും ഡയലോഗൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് മറ്റേ നരസിംഹത്തിൻ്റെ അകത്ത് മമ്മൂട്ടി വന്ന് 2 ഡയലോഗ് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ മനുഷ്യൻ കരയുന്നു, അപ്പോൾ ജാമ്യം കിട്ടുന്നു. ആ രീതിയിലാണ് കോടതി വ്യവഹാരം പോകുന്നതെന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലെന്നേ. കോടതിക്ക് കൃത്യമായിട്ട് തെളിവുകൾ വേണം. ആ കൃത്യമായ തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കോടതി അതിനൊരു വിധി പ്രസ്താവം നടത്തത്തുള്ളൂ. ആ വിധി പ്രസ്താവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്യായമായ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതോടുകൂടി വേണമെങ്കിൽ ഈ ജഡ്ജിനെ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് വരെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് ഒരു വക്കീൽ കോട്ടിട്ടുള്ള ഒരു ലേഡി വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് എന്താ പറയുന്നത്? പണം കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട എന്ന്. ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയല്ലേ ഇത്? അതിനെയൊക്കെ നമ്മൾ വെറുതെ വിടാൻ വേണ്ടി സാധിക്കുമോ? അതിനൊക്കെ ശക്തമായിട്ട് ഈ പൊതുസമൂഹത്തിൽ വിമർശിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ എത്രയോ കുട്ടികൾ, പാലത്തായി കേസിൽ ഈ കോടതി കൃത്യമായ വിധിയല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്ന് പറഞ്ഞതുപോലെ എത്രയോ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് നീതി കൊടുത്തിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ വ്യവസ്ഥിതിയൊക്കെ ഇതുപോലെ കരിവാരി തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ? ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിനെതിരെ ഉയർന്നു വരണം. ഇവിടെ ഒരു അരാജകത്വ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. അതിജീവിതയോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം മൊത്തം നിൽക്കുന്നത്. അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടതയും ത്യാഗത്തെയും ഒന്നും ആരും മറന്നു പോകുന്നില്ല. പക്ഷെ അതിൻ്റെ പേരിൽ കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമത്തെയും ഒക്കെ കല്ലെറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതൊക്കെയാലും ജുഡീഷ്യറിയെ മോശമാക്കുന്ന ഒരു നിലപാടിനും ഒരു നടപടിക്കും കേരളത്തിലെ ഒരു മലയാളി പോലും കൂട്ടു നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.